ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് തന്തൂരി ചിക്കനാണ്. എയർ ഫ്രയറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നല്ലൊരു മസാലക്കൂട്ടാണ്. നമ്മൾ നേരത്തെ ചെയ്ത് നോക്കിയിട്ടുള്ളതാ. അപ്പം അന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഒന്നൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്രാവശ്യം നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അപ്പം ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പം നമുക്ക് താമസിക്കാതെ തുടങ്ങിയാലോ. ഞാനിവിടെ 4 ചിക്കൻ്റെ ലെഗ് പീസ് എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ എൽ ഷേപ്പിലുള്ള തുട കൂട്ടിയുള്ള വലിയ പീസാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അരിഞ്ഞ് ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു 8 അല്ലി വെളുത്തുള്ളി, 8ഓ 10ഓ ചേർക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ ഇവിടെ 8ആണ് എടുത്തിരിക്കുന്നത്, വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട്. അത് അരിഞ്ഞ് അതും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം, ഇല്ലെങ്കിൽ ഞാനൊന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ മസാല റെഡിയാക്കാം. ഒരു ബൗൾ എടുത്ത് വെച്ച് അതിനകത്തേക്കൊരു 4 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ. 4 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. നമ്മൾ വേറെ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല, കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനിയിപ്പം അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല കേട്ടോ, ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ തന്തൂരി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, യാതൊരു നിർബന്ധവുമില്ല ചേർത്ത് കൊടുക്കണം എന്നുള്ളത്. കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ ചെയ്തപ്പോൾ തന്തൂരി മസാല ചേർത്ത് കൊടുത്തില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇതിപ്പോൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ്, അതല്ലാതെ തന്നെ മസാല നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, സൺഫ്ലവർ ഓയിൽ. ഇനി നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഷൂട്ട് ചെയ്തത് കിട്ടിയില്ല. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇനി വേണ്ടത് നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരൊഴിച്ച് കൊടുക്കുക. ഇനിയിപ്പം ഇതെല്ലാം കൂടെ നമുക്ക് കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മസാല നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം മസാലയൊക്കെ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എരിവ് നോക്കിയപ്പോൾ കുറച്ച് എരിവ് കുറവ് പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ മാത്രം കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ കൂട്ട് തന്നെ മതിയാവും. എന്നിട്ട് ഇതുകൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്തൂരി ചിക്കന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ പീസിൽ ഞാൻ നല്ലതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ 2 പീസാണ് എടുക്കുന്നത്. 4 പീസും കൂടെ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് മസാലയൊക്കെ തേച്ച് കൊടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ആദ്യം 2 പീസ് എടുത്തൊന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുവാണ്. വരഞ്ഞതിനകത്തോട്ടൊക്കെ നല്ലതുപോലെ മസാല തേച്ച് കൊടുക്കുക. നല്ലതുപോലെ മസാല തേച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള 2 പീസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ മസാല അതുപോലെ തന്നെ നല്ലതുപോലെ ചിക്കനിലേക്ക് തേച്ച് കൊടുക്കുക. ഇങ്ങനെ ഈ മസാല നമുക്കൊരു 3-4 മിനിറ്റ് നമുക്ക് നല്ലതുപോലെ ചിക്കനിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. അപ്പം ആ ഒരു മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ പിടിച്ചോളും. നല്ലപോലെ കുഴച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ മസാലയൊക്കെ നല്ലതുപോലെ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു 1.5 മണിക്കൂർ, 1 അല്ലെങ്കിൽ 1.5 മണിക്കൂർ നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതായപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തന്തൂരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എയർ ഫ്രയർ എടുക്കാം. നമുക്ക് എയർ ഫ്രയർ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ നേരിട്ട് അതിലേക്ക് തന്നെ വെക്കുകയാണ്, ഓയിലൊന്നും തേച്ച് കൊടുക്കുന്നില്ല. കാരണം നമ്മൾ ചിക്കനിൽ ഓൾറെഡി കുറച്ച് ഓയിൽ തേച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എക്സ്ട്രാ ഓയിലൊന്നും തേക്കുന്നില്ല. ഞാനിവിടെ 2 പീസാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. ഞങ്ങളിന്ന് 2 പീസേ ചെയ്യുന്നുള്ളൂ, ബാക്കി 2 പീസ് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ പീസ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ പീസ് കൂടെ ഞാൻ വെച്ച് കൊടുക്കുവാണ്. കറക്റ്റായിട്ട് 2 പീസും വെച്ച് കൊടുത്തു.
ചില ആൾക്കാർ ഇതിൻ്റെ പുറത്തൂടെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ആ പ്ലേറ്റിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാനിവിടെ ഓയിലൊന്നും തേച്ച് കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ എയർ ഫ്രയറിലേക്ക് അത് വെച്ച് കൊടുക്കുവാണ്. ഞാനിവിടെ 200 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് ആണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് തുറന്ന് തിരിച്ചിട്ട് മറ്റേ വശം കൂടെ നമുക്ക് ചെയ്തെടുക്കാം. 200 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് ആദ്യം കേട്ടോ. ഇപ്പം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു സൈഡ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒട്ടും ഓയിൽ ചേർത്ത് കൊടുത്തിട്ടില്ല, അല്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറുവശം കൂടെ നമുക്ക് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ സൈഡ് നമുക്ക് അതുപോലെ തന്നെ 200 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് ടൈം വെച്ച് കൊടുക്കാം. ഇപ്പം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇതാ, നമുക്ക് ഈ സൈഡും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ്റെ ആ കളർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ പീസൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ടെന്നുള്ളത്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ, ചിക്കൻ തന്തൂരിയുടെ 2 പീസും ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാലഡ് ഇല്ലാതെ എന്ത് ചിക്കൻ തന്തൂരി അല്ലേ. ഞാൻ അടിപൊളി ഒരു സാലഡും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് സവോളയും ക്യാബേജും ക്യാരറ്റും കൂടെ അരിഞ്ഞാണ് സാലഡ് റെഡിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് തന്തൂരി എങ്ങനെ ഉണ്ടെന്ന് കഴിച്ച് നോക്കിയാലോ. ഇതാ നമ്മുടെ തന്തൂരി ചിക്കൻ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. സാലഡും ഉണ്ട്, ഒരു പൊറോട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. ആദ്യം ചിക്കൻ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ജ്യൂസിയാണ്, നല്ല ജ്യൂസി. സാലഡ് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഞാനത് നല്ല ടേസ്റ്റ് ആയിരിക്കും, കാരണം അതിൻ്റെ മസാലയിൽ ഇങ്ങനെ ഞാൻ മസാല ഞാനത് വെജിറ്റബിൾസ് അരിഞ്ഞിട്ട് എയർ ഫ്രയറിനകത്ത് തന്നെ മസാലയ്ക്കകത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് എയർ ഫ്രയറിനകത്ത് ഒന്ന് വെച്ചെടുത്തതാണ്. സൂപ്പർ. നിങ്ങൾ ഈ മസാല ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നന്നായിട്ട് ഇഷ്ടപ്പെടും. അതായത് ആ ഒരു എന്നാ എരിവും ഒരു പുളിയും എല്ലാം കൂടെ നല്ല രസമുണ്ട്. വെറുതെ പറയുന്നതല്ല, അടിപൊളി ഐറ്റമാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക, എങ്ങനെ ഉണ്ടെന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ. സൂപ്പർ.